ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുഴൂർ നിവാസികൾക്ക് ഇനി വിശ്രമവേളകൾ ചിലവഴിക്കാം. MP ബെന്നി ബെഹനാൻ, VR സുനിൽകുമാർ MLA എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടി സ്ക്വയർ പാർക്ക് നാടിന് സമർപ്പിച്ചു. ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. ഉപജീവനമാർഗം പ്രതിസന്ധിയിലായി പുള്ളു പ്രദേശത്തെ 30ഓളം കുടുംബങ്ങൾ. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ളു റോഡ് 2 മാസമായി വെള്ളത്തിൽ. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. രാത്രി ആളില്ലാത്ത സമയമായതിനാൽ അപകടം ഒഴിവായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുഴൂർ നിവാസികൾക്ക് ഇനി വിശ്രമവേളകൾ ചിലവില്ലാതെ ചിലവഴിക്കാം. കുഴൂർ ഗ്രാമപഞ്ചായത്തിലെ എരവത്തൂരിലാണ് പൊതുജനങ്ങൾക്കായി മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. MP ബെന്നി ബെഹനാനും MLA VR സുനിൽകുമാറും ചേർന്ന് കുഴൂർ പഞ്ചായത്ത് എരവത്തൂർ ചിറ ഉമ്മൻചാണ്ടി സ്ക്വയർ പാർക്ക് നാടിന് സമർപ്പിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ 26 ലക്ഷം രൂപയും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചിറകെട്ടി സംരക്ഷിക്കുന്നതിനൊപ്പം പാർക്ക് എന്ന ആശയവും ഉണ്ടായപ്പോൾ അത് കുഴൂർ നിവാസികൾക്ക് വിശ്രമ കേന്ദ്രം കൂടിയായി മാറി. പാർക്കിനൊപ്പം ടേക്ക് എ ബ്രേക്ക് പദ്ധതി, കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ജിം, പരിപാടികൾക്കായി സ്റ്റേജ്, ശൗചാലയ സൗകര്യം, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് മേൽക്കൂര എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി നിരവധി ഉപകരണങ്ങളും മുതിർന്നവർക്കുള്ള കായികക്ഷമതാ ഉപകരണങ്ങളും പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2015 നെടുമ്പാശ്ശേരി റോഡ് നിർമ്മാണത്തിനിടയിൽ അന്നത്തെ MLA ആയിരുന്ന TN പ്രതാപൻ താൽപ്പര്യമെടുത്താണ് സ്ഥലം കണ്ടെത്തിയത്. ചിറയുടെ റോഡിനടുത്തുള്ള ഭാഗം കെട്ടി സംരക്ഷിച്ചപ്പോഴാണ് സ്ഥലം ലഭ്യമായത്. പിന്നീട് VR സുനിൽകുമാർ MLA ആണ് പാർക്ക് എന്ന ആശയം മുന്നോട്ട് വെച്ച് 2021 ഫണ്ട് അനുവദിച്ചത്. കുഴൂർ പഞ്ചായത്ത് എരവത്തൂർ ചിറ ഉമ്മൻചാണ്ടി സ്ക്വയർ പാർക്ക് നാടിന് സമർപ്പിച്ചു. നാട്ടിൻപ്രദേശത്തെ ആളുകൾക്ക് ജിമ്മൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അവരുടെ അധ്വാനമായിരുന്നു ഏറ്റവും വലിയ വ്യായാമം. നല്ല തൂമ്പയൊക്കെ എടുത്ത് കളച്ച് നമുക്ക് വേണ്ട എല്ലാ അധ്വാനം കിട്ടും. ഇപ്പം അതിന് സാധിക്കാതെ വരുമ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, പഞ്ചായത്ത് അംഗങ്ങളായ സണ്ണി കൂട്ടാല, സേതുമോൻ ചിറ്റേത്ത്, സന്തോഷ് കുമാർ, വിജി വിൽസൺ, സിൽവി സേവ്യർ, റോസ്മി രാജു, പ്രിയ ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. ഉപജീവനമാർഗം പ്രതിസന്ധിയിലായി പുള്ളു പ്രദേശത്തെ 30ഓളം കുടുംബങ്ങൾ. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ളു റോഡ് കഴിഞ്ഞ 2 മാസമായി വെള്ളം കയറി കിടക്കുകയാണ്. ജില്ലയിൽ ഇത്തരത്തിൽ വെള്ളം കയറി യാത്ര മുടങ്ങിക്കിടക്കുന്ന ഏക PWD റോഡാണ് ഇത്. വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ അരിമ്പൂർ ചാഴൂർ പഞ്ചായത്തിലെ കുട്ടവഞ്ചി സവാരി, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദ ഉപാധികളും തട്ടുകടകളുടെ പ്രവർത്തനവും പൂർണ്ണമായും സ്തംഭിച്ചു. 30ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ഓട്ടം നിർത്തുകയും ചെയ്തു. കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവ മനക്കൊടി പുള്ള് ഇറിഗേഷൻ കനാലിലും പെരുമ്പഴ കനാലിലും അടിഞ്ഞ് ഒഴുക്ക് നിലച്ചതാണ് വെള്ളക്കെട്ടിന് ഒരു കാരണം. കൂടാതെ കരുവന്നൂർ പുഴയിലെ മുനയംകെട്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും തുടർച്ചയായി ഏതാനും ദിവസം മഴ പെയ്യുന്നതോടെ KLDC കനാലിൽ വെള്ളം നിറഞ്ഞ് PWD റോഡ് കവിഞ്ഞ് സമീപത്തെ വാര്യംകോൾ പടവിലെ കൃഷി നശിക്കുന്നതും ഇവിടെ പതിവാണ്. മനക്കൊടി അയ്യപ്പക്ഷേത്രം മുതൽ പുള്ളുപാലം വരെയുള്ള 1.25 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് 1 മീറ്ററോളം ഉയർത്തുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സമിതി പാടശേഖര സമിതി ചെയർമാൻ K രാഗേഷ് പറഞ്ഞു. സാധാരണഗതിയിൽ ആലപ്പാട്, പുള്ള്, തൃപ്രയാറ് എന്നീ തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് എളുപ്പവഴി ഒരു മാർഗ്ഗമാണ്. തൊട്ടപ്പുറത്ത് കോടന്നൂർ, ചേർപ്പ്, അതേപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ആ പ്രദേശത്തേക്ക് തൃശ്ശൂർ വഴിക്കും മറ്റ് ഭാഗങ്ങളിൽ നിന്നും എളുപ്പവഴിക്കുള്ള ഒരു മാർഗമായ ഒരു വഴിയാണ് ഇത്. PWD റോഡാണ്. ഇപ്പോൾ 4-5 വർഷമായിട്ട് ഇവിടുത്തെ ഈ കാലവർഷം വരുമ്പോൾ ജനങ്ങൾ വലിയ ദുരിതത്തിലാവാണ്. കാരണം ഈ വഴിക്ക് പോകുന്ന യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം 4-5 വർഷമായിട്ട് പ്രതിഭാസം തുടരുകയാണ്.
ടൂറിസം മേഖലയിലെ സ്തംഭനവും വാഹന ഗതാഗത നിരോധനവും ശ്രദ്ധയിൽപ്പെട്ട മുരളി പെരുന്നെല്ലി MLA സ്ഥലം സന്ദർശിച്ചിരുന്നു. MLAയുടെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ KHRI വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘം മനക്കൊടി പുള്ള റോഡിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഇവർ പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മാസങ്ങളായി PW റോഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിക്ക് മന്ത്രിതല ഇടപെടലിലൂടെ പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കാണാനൊരുങ്ങുകയാണ് സംയുക്ത കർഷക സമിതി. മീഡിയ ടൈം, തൃശൂർ. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഹാളിനുള്ളിലെ സ്റ്റേജിന് മുൻവശത്തെ സീലിംഗിൽ സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡാണ് ഭാഗികമായി അടർന്ന് നിലം പതിച്ചത്. രാത്രിയിൽ ആളില്ലാത്ത സമയമായതിനാൽ അപകടം ഒഴിവായി. ശക്തമായ മഴയിൽ ഈർപ്പം തട്ടിയതാണ് തകർന്നു വീഴാൻ കാരണമെന്നാണ് നിഗമനം. ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം ഹാളിലുണ്ടായ അപകടത്തെ തുടർന്ന് ഇവിടെ നിന്ന് മാറ്റി. ഹാളിൽ എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സമയോചിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലാണ് കമ്മ്യൂണിറ്റി ഹാളിലെ സീലിംഗ് അടർന്നു വീഴാൻ ഇടയാക്കിയതെന്നാണ് കൊടകര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടപ്പള്ളി ആരോപിച്ചത്. ഹാളിൽ പല ഭാഗത്തും ചോർച്ച അനുഭവപ്പെടുന്നുണ്ടെന്നും വിനയൻ പറഞ്ഞു. ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവസ്ഥ നമുക്കറിയാം. മെയിൻ ഹാള് ചോർന്നൊലിക്കുകയാണ്, അതുപോലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അതുപോലെ ഡൈനിങ് ഹാളും ഇന്നലെ ഞാൻ ഫംഗ്ഷന് പങ്കെടുത്തപ്പോൾ കണ്ടതാണ്, ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ഡൈനിങ് ഹാളിൽ. അതുപോലെ തന്നെ പുറത്തുള്ള കൈ കഴുകാൻ ഉപയോഗിക്കുന്ന സ്ഥലവും മഴ കൊള്ളാതെ ആർക്കും കൈ കഴുകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊടകര പഞ്ചായത്ത് ഇതിൽ ഇടപെട്ട് കമ്മ്യൂണിറ്റി ഹാൾ നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. എത്രയും വേഗം കമ്മ്യൂണിറ്റി ഹാളിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വിനയൻ തോട്ടാപ്പള്ളി ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കൊടകര. ചാലക്കുടി ദേശീയപാത കൊരട്ടിക്ക് സമീപം പെരുമ്പിയിൽ കണ്ടെയ്നർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. പെരുമ്പിയിൽ ഇന്ത്യൻ കോഫി ഹൗസിന് സമീപം ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കോഫി ഹൗസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനിലിടിച്ച് നിയന്ത്രണം വിട്ട ലോറി കൊരട്ടി ചാലിലേക്ക് മറിയുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന 2 പേരെ നിസ്സാര പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൈസൂരിലേക്ക് പോവുകയായിരുന്നു ലോറി. ആലുവയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് റബ്ബർ കയറ്റിപ്പോയ പിക്കപ്പ് വാനാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നത്. പ്രദേശത്ത് വഴിവിളക്കുകളോ അപകട സൂചികാ ബോർഡുകളോ ഇല്ലാത്തത് അപകട കെണിയാവുകയാണെന്നാണ് ആക്ഷേപം. മീഡിയ ടൈം, ചാലക്കുടി. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. പുത്തഞ്ചിറ പിണ്ടാണി പടിഞ്ഞാറ് മിച്ചഭൂമിയിൽ താമസിക്കുന്ന പള്ളിപ്പാട്ട് ജോൺസന്റെ മകൻ 32 വയസ്സുള്ള നിജോ മോന്റെ വൃക്കകളാണ് തകരാറിലായിരിക്കുന്നത്. 6 വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുവാവ്. 6 വർഷമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുവാവ്. ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തുന്നതിനായി വൃക്ക ലഭ്യമായിട്ടുണ്ട്. ചികിത്സയ്ക്കും മറ്റുമായി 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. 4 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന കൂലിപ്പണിക്കാരനായ പിതാവും സഹോദരിയുമാണ് നിജോമോനുള്ളത്. കൂലിപ്പണിക്കാരനായ പിതാവിനെ കൊണ്ട് ഇത്രയും തുക സമാഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പുത്തഞ്ചിറ SBI ശാഖയിൽ നിജോമോൻ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വാർഡ് മെമ്പർ സംഗീത അനീഷ് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ. യുവാവിനെ സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസുകൾക്ക് ജനകീയ അക്കൗണ്ട് നമ്പർ 389885591114, IFSC കോഡ് SBIN 0071124 SBI പുത്തഞ്ചിറ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് സഹായം അയക്കാവുന്നതാണ്. ഒരു 7 കൊല്ലത്തോളം ഞാൻ ഡയാലിസിസ് ചെയ്യണം. ചാലക്കുടി സെൻറ്റ് ജെയിംസിലാണ് ചെയ്യണത്. ഇതിനു മുമ്പ് കുറേ അറ്റംപ്റ്റ് നടത്തി. ഡോണർമാർ പല ആൾക്കാരും വന്ന് പോയതാണ്. അപ്പോൾ ഒരു 2 DSA ടെസ്റ്റുകളെത്തി. അത് കഴിഞ്ഞ് പിന്നെ അവരെ വിളിച്ച് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാത്തൊരവസ്ഥയൊക്കെ ആയി. അപ്പോൾ വീണ്ടും ഒരു ഡോണർ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു 10-15 ലക്ഷത്തോളം രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വേറെ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോകണില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവണം കേൾക്കുന്നു. മീഡിയ ടൈം, മാള.
മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. പൊയ്യ മടത്തുംപടിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. തറമിൽ ശിവരാമന്റെ വീട്ടുപറമ്പിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ശനിയാഴ്ചയാണ് സംഭവം. വീട്ടുകാർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിൽ ആളൂരിൽ വീട് തകർന്നു വീണു. ആളൂർ കാരൂർ ഞെർലേലി സോജൻ ദേവസിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നു വീണത്. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ വൻ ശബ്ദത്തോടെ വീടിന്റെ അടുക്കള വശം തകർന്നു വീഴുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, മറ്റ് ജനപ്രതിനിധികളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടി പുഴയുടെ അതിരപ്പിള്ളി പിള്ളപ്പാറ ഭാഗത്ത് കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. പിള്ളപ്പാറ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് പുഴയിൽ ആനയെ കണ്ടത്. പിന്നീട് ശക്തമായ കുത്തൊഴുക്കിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടയിൽ ആന ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കരയ്ക്ക് കയറ്റിവിടാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആന വനത്തിലേക്ക് കയറിപ്പോയി. ശക്തമായ കുത്തൊഴുക്കിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടയിൽ ആന ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തൃശൂരിൽ 2 കിലോ കഞ്ചാവുമായി 3 ആസാം തൊഴിലാളികൾ പിടിയിൽ. ഇരിഞ്ഞാലക്കുട എക്സൈസ് CI N ശങ്കറിന്റെയും എക്സൈസ് ടീമിന്റെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രിയാണ് പിടികൂടിയത്. IB ഇൻസ്പെക്ടർ AB പ്രസാദ്, AEI ഗ്രേഡുമാരായ VM ജബ്ബാർ, ജിസ്മോൻ, PV ബെന്നി, MR നെൽസൺ, PO ഗ്രേഡുമാരായ KP ബെന്നി, ബിബിൻ വിൻസെന്റ്, CEO ശോഭിത്ത്, ഡ്രൈവർ സുധീർ എന്നിവരാണ് കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാള കടുപ്പൂക്കര സെന്റ് ജെയിംസ് ദേവാലയത്തിൽ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ പ്രിൻസ് പരത്തനാൽ തിരുനാൾ ദിന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാള നെയ്തുകുടി പുരുഷ സ്വയം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ റോഡ് സഞ്ചാരയോഗ്യമാക്കി. പഞ്ചായത്തിന്റെയും വാർഡ് മെമ്പറുടെയും അനാസ്ഥയ്ക്കെതിരെയാണ് റോഡിന് സമീപത്തെ പുല്ലും മരക്കൊമ്പുകളും വെട്ടി റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. സംഘം പ്രസിഡന്റ് TP ജയൻ, സെക്രട്ടറി VC ശ്രീകുമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആറാട്ടുപുഴ ശ്രീശാസ്ത്ര ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. രാവിലെ 8 മണിക്ക് നമസ്കാര മണ്ഡപത്തിൽ ഗണപതി പൂജയോടെയാണ് ഇല്ലം നിറയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. കുത്തുവിളക്കിന്റെയും മണിനാദത്തിന്റെയും ശംഖനാദത്തിന്റെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മേൽശാന്തിമാർ കതിർക്കറ്റകൾ ശിരസിലേറ്റി ക്ഷേത്ര മതിൽക്കകത്ത് പ്രദക്ഷിണം വെച്ച് കതിരുകളെ ചുറ്റിനകത്തേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്ത് കതിർക്കറ്റകളെ നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. അവിടെ ലക്ഷ്മി പൂജ പൂർത്തിയാക്കിയ ശേഷം പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിച്ചു. ക്ഷേത്ര പത്തായ്പുരയിലും നെല്ലറയിലും മറ്റു കതിരുകൾ സമർപ്പിച്ചതിന് ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. ഈ കതിരുകൾ സ്വന്തം ഗ്രഹങ്ങളിൽ നിലവിളക്കിന്റെ സാന്നിധ്യത്തിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്ഷേത്ര മേൽശാന്തിമാരായ കൂറ്റംവിളി പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. BMS 70ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ ടോഡി ആൻഡ് അബ്കാരി മസ്തൂർ സംഘം കൊടുങ്ങല്ലൂർ റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. കുടുംബസംഗമം BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് MS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V ബാലസുബ്രഹ്മണ്യം കുടുംബ സന്ദേശവും തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി. ഏറ്റവും കൂടുതൽ കാലം ചെത്തുതൊഴിൽ ചെയ്തുവരുന്ന MK കുമാരനെ തൊഴിലുടമ TM മോഹനൻ ആദരിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരീഷ്, മേഖല പ്രസിഡന്റ് KS ലാലൻ, റേഞ്ച് സെക്രട്ടറി NM രാമകൃഷ്ണൻ, ശ്രീജിത്ത് നാലുമാക്കൽ, AR സതീശൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര സഹകരണ നയം ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹകരണ നയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ഘടകങ്ങളും കേരളം നടപ്പാക്കിയിട്ടുള്ളവയാണ്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയി യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ SN പുരം തേവർ പ്ലാസ ഹാളിൽ നവകേരളവും സഹകരണ മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെമിനാറിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം AT ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, മുസ്താഖലി, EG സുരേന്ദ്രൻ, KV രാജേഷ്, KK അബീദലി, TK രമേഷ് ബാബു, രാജി ആൽഫ എന്നിവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുഴൂർ നിവാസികൾക്ക് ഇനി വിശ്രമവേളകൾ ചിലവഴിക്കാം. MP ബെന്നി ബെഹനാൻ, VR സുനിൽകുമാർ MLA എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടി സ്ക്വയർ പാർക്ക് നാടിന് സമർപ്പിച്ചു. ടൂറിസം മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. ഉപജീവനമാർഗം പ്രതിസന്ധിയിലായി പുള്ളു പ്രദേശത്തെ 30ഓളം കുടുംബങ്ങൾ. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന മനക്കൊടി പുള്ളു റോഡ് 2 മാസമായി വെള്ളത്തിൽ. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. രാത്രി ആളില്ലാത്ത സമയമായതിനാൽ അപകടം ഒഴിവായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.